സീരിയൽ വേറെ ഇനിയില്ല. ഈ പത്രം മാച്ച് തന്നെ ഉള്ളൂ. ആണോ? പിന്നെ ഇപ്പൊ പുതിയ സിനിമയുടെ വേറെ വന്നിട്ടുണ്ടോ? സിനിമ ഇപ്പൊ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, പെണ്ണ് കേസ് എന്ന് പറഞ്ഞ സിനിമ. അത് ഫുള്ള് കംപ്ലീറ്റ് അല്ല, അതൊരു ചെറിയ വേഷമാണ്, പക്ഷെ ഇമ്പോർട്ടന്റ് വേഷമാണ്. പിന്നെ ഇനി ഇത് കണ്ടിട്ട് വിളി വരുമെന്ന് വിചാരിക്കുന്നു. പ്രാർത്ഥിക്കാം. താങ്ക് യു. ഞാനാണ് കോലാനം എന്ന സിനിമയുടെ പ്രൊഡ്യൂസർ, പ്രജാതപൻ, ഹീറോയായി അഭിനയിക്കുന്ന വ്യക്തി. ഈ ഒരു സിനിമയുടെ കഥ 1 വർഷം മുന്നേ 1.5 വർഷം മുന്നേ വിശാൽ എന്ന് പറയുന്ന നമ്മുടെ സിനിമയുടെ ഡയലോഗ് എഴുതിയ സ്റ്റോറി എഴുതി അദ്ദേഹത്തോട് പറഞ്ഞ ഒരു 1 ലൈൻ തൊട്ടാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി തോന്നി. അങ്ങനെയാണ് ഈ സിനിമ ഉണ്ടാകാറ്. പിന്നെ നമ്മൾ കുറേ സാധാരണക്കാരായ കുറേ ജനങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ പരിശ്രമത്തിൻ്റെ ഫലമാണ് ഈ സിനിമ എന്ന് ഞാൻ പറയുന്നത്. ഇതിനകത്ത് പലരും നോർമൽ ആൾക്കാരാണ്. ഇതിനകത്ത് വലിയ വലിയ താരപദവികളൊന്നും അവകാശപ്പെടാനില്ലെങ്കിൽ എല്ലാവരും വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തു. ഏത് മേഖലയിലും ഡയറക്ഷൻ ആവട്ടെ, സിനിമാറ്റോഗ്രാഫി ആവട്ടെ, അഭിനയാവട്ടെ, ടെക്നിക് ആവട്ടെ, എല്ലാവരും വളരെ നന്നായി ചെയ്തു. പിന്നെ 26 ഇൻ്റർനാഷണൽ അവാർഡ്സ് ഈ സിനിമ ഞാൻ 31 അവാർഡ് ഞാൻ കൊടുത്തിരുന്നു. അവർ 26 പല അവാർഡ് കൊടുത്തിരുന്നു. അതുകൊണ്ട് ഈ സിനിമ ലോകം മുഴുവൻ തെളിവാണ്. പിന്നെ ഒരു പ്രീമിയർ ഷോ ഞാൻ സിഡ്നിയിൽ വെച്ച് നടത്തിയിരുന്നു കഴിഞ്ഞ വർഷം. അതിൽ 800 പേരോളുണ്ടായിരുന്നു. ആ 800 പേരുടെ വീഡിയോ വളരെ നല്ല സിനിമ, അഭിപ്രായം പറഞ്ഞ വീഡിയോ എൻ്റെ കയ്യിൽ. അതൊക്കെ ഈ ഒരു നല്ല സിനിമയാണെന്ന് തെളിയിക്കലാണ്. ഇത് എൻ്റെ കഴിവൊന്നും ഞാൻ എനിക്ക് വിശ്വസിക്കുന്നില്ല. ഈ ഒരു ടീമിൻ്റെ ഒരു കൂട്ടായ്മ പരിശ്രമത്തിൻ്റെ ഒരു ഫലമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഇത് തിയേറ്ററിലെത്തുകയാണ് ജൂലൈ 11. നിങ്ങളെല്ലാവരും സഹകരിക്കണം, വിജയിപ്പിക്കണം. ഒരുപാട് എനിക്ക് ലാൽജോസ് സാറിന് പ്രത്യേകം നന്ദി പറയുന്നത്. ലാൽജോസ് സാറെ പ്രസൻറ്റ് ചെയ്യുന്ന ഈ മൂവി എന്ന നിലയിൽ ഇത് ജനങ്ങൾ ശ്രദ്ധിക്കപ്പെടട്ടെ. വളരെ നല്ല സിനിമയാവട്ടെ. അദ്ദേഹത്തിന് ഇഷ്ടം കൊണ്ട് ഈ സിനിമയിൽ അദ്ദേഹം ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണ്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്ന് ഞാൻ കരുതുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക്സ്. സാധാരണക്കാരാണ് നമ്മുടെ സിനിമയുടെ വിജയം നമ്മുടെ എല്ലാവരുടെയും വിജയമാണ്. പടം എങ്ങനെയുണ്ട് ബ്രോ? അടിപൊളി പടം, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടം, നന്നായി ചെയ്യുന്നുണ്ട്. ഫാമിലി എൻ്റർടൈൻമെൻറ്റ് പടം, അടിപൊളി. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നാടകക്കാരനാണ്, പക്ഷേ ഒരു സിനിമയിൽ ഞാൻ ചെയ്ത സിനിമയിൽ വെച്ച് ഏറ്റവും വലിയ പെർഫോമൻസാണ്. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു? വളരെ നല്ല പടമാണ്. പടം ചെയ്ത ഞങ്ങളെല്ലാം അഭിപ്രായം പറയുന്നത് കണ്ടാലാണ്. വളരെ ഞങ്ങളെ സംബന്ധിച്ച് വളരെ കൊള്ളാവുന്ന സിനിമയാണ്. എല്ലാവരും എങ്ങനെയുണ്ടായിരുന്നു? കണ്ടിരുന്നു സിനിമ നിങ്ങൾ കണ്ടിരുന്നു? ഓർമ്മ ഉണ്ടല്ലോ. എങ്ങനെയുണ്ടായിരുന്നു ചേട്ടാ? നല്ല സിനിമ ഞാൻ അഭിനയിച്ചത്. നല്ലതാണ്. പുതുമുഖ താരങ്ങളുള്ള. അതെ, എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല ഹ്യൂമറും ഉണ്ട്, സെൻറ്റിമെൻസും ഉണ്ട്. അതിൻ്റെ ഹൈലൈറ്റാണ്. എങ്ങനെയുണ്ട്? വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു സിനിമകളിൽ പെട്ടൊരു സിനിമയാണ്. എനിക്കത് കണ്ടപ്പോൾ തിങ്കളാഴ്ച ഉണ്ടല്ലോ, ആ വൈബാണ് സിനിമ. ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ പുതുമുഖങ്ങളാണ് അഭിനയിച്ചത് എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു ഇതായിട്ട് കാണുന്നത്. പക്ഷേ ഗംഭീരം പറഞ്ഞാൽ അതിഗംഭീരം. ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആയിരിക്കും. ആർക്കും ആണെങ്കിൽ ധൈര്യത്തോടെ പോയിട്ട് കാണാൻ പറ്റും. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാനിതിൽ വർക്ക് ചെയ്യുന്ന ഒരാളല്ല, ഞാനൊരു സിനിമ ടെക്നീഷ്യനാണ്. പക്ഷേ ഇതിനെതിരെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഗംഭീരമാണ്. നല്ല സിനിമ, എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണാൻ. സാധാരണ പറയുന്ന പോലെയല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും കണ്ടിരിക്കേണ്ടത് നല്ല സിനിമ. ഇതൊന്നും പറയില്ല, സിനിമ കണ്ടാൽ പുതിയ ആളുകളാണെന്ന് പറയാൻ കഴിയില്ല. എല്ലാവരും നന്നായിട്ട് ഒരു വേഷം കെട്ടിയിട്ടുണ്ട്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. എല്ലാവർക്കും അതേപോലെ ഇഷ്ടപ്പെട്ടില്ല. നല്ല സിനിമയാണ്. പൊതുവെ റിവ്യൂ കൊടുക്കാത്ത ഒരാളാണ്, പക്ഷേ ഈ സിനിമ കണ്ടപ്പോൾ റിവ്യൂ കൊടുക്കണം തോന്നി. കാരണം വെച്ചാൽ അത്രയും ഗംഭീര സിനിമയാണ്. ഇതിൽ പൈസ കൊടുത്ത് കണ്ട ഒരു നഷ്ടം വരില്ല. അത് നിങ്ങൾ കണ്ടു, എല്ലായിടത്തും ഒന്ന് കാണണം. കുഞ്ഞു സിനിമയാണ്, പക്ഷെ ഭയങ്കര രസമായിട്ടുള്ള സിനിമയാണ്. ഒരു നായകന്മാരും അങ്ങനെ ഇല്ലാത്തൊരു പടം. പിന്നെ ഇത് ഇവർ ലാൽ ജോസ് ഒരു പ്രസൻസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നിങ്ങളെ പോലുള്ള ഒരാൾ അത് എന്തുകൊണ്ടായിരിക്കും ഇത് കാണേണ്ട പടം. എല്ലാവരും കാണണം, വിജയിപ്പിക്കണം. എല്ലാവരും
അസൽ മൂവിയാണ്. വളരെ ഒരു ഫ്രഷ് ഫീലിംഗ് ഉണ്ട്. ഇതുവരെ ഗംഭീരങ്ങളെ ആർട്ടിസ്റ്റ് ഒരു സിനിമയിൽ പുതിയ സിനിമ വന്നില്ല. വലിയ സന്തോഷം. വാഹനങ്ങളുള്ളവരെ വാഹനങ്ങൾ മാറ്റിക്കൊണ്ട് തന്നെ വാഹനങ്ങൾ പോകുന്നതിനുള്ള രീതി ചെയ്ത് വാഹനം മാറ്റിക്കൊണ്ടുവരും. ഓവർ ടെൻഷനൊന്നും ഇല്ലാണ്ട് സമ്മർദ്ദം ഇല്ലാണ്ട് വളരെ ലളിതമായിട്ടുള്ള KL48S3767 ഈ വാഹനം അത്യാവശ്യമായിട്ട് മാറ്റിക്കൊണ്ടുള്ളതാണ്. ലളിതം സുന്ദരം കുടുംബസമേതം ഒരു നല്ല സിനിമ, ഒരു ഏറെക്കാലത്തിന് ശേഷം നല്ലൊരു കുടുംബകഥ കാര്യങ്ങളായിട്ട് നമ്മുടെ വീട്ടിൽ നടക്കുന്ന മുഴുവൻ സംഭവം വളരെ നന്നായിട്ട് ചെയ്തു. അത് വളരെ സംതൃപ്തിയോടു കൂടിയാണ്. നന്നായിട്ട് നല്ല ട്വിസ്റ്റ് ഉണ്ടായിരുന്നു ലാസ്റ്റ്. അടുത്തതായി സായി വിഷ്ണു എന്താ പറയേണ്ടത് നോക്കണം. ഇപ്പോൾ 7 തുടങ്ങാണ്. ആക്ടേഴ്സ് ആണെങ്കിലും നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ അമ്മയുടെ അടുത്ത് നിൽക്കുമ്പോളെ ഇങ്ങോട്ട് തിരിഞ്ഞേക്കണേ. രാധകളുടെ നടുക്ക് ചേച്ചി നിൽക്കൂ. ചേട്ടാ ജൂലൈ 11 ഈ സിനിമയുടെ റിലീസ്. കോലാഹലം. നിങ്ങൾ എല്ലാവരും കാണുക, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, എല്ലാവരും പറയുക. നിങ്ങളെ ഗ്രാമത്തിലും പഞ്ചായത്തിലും സിറ്റിയിലും ടൗണിലുള്ള ആൾക്കാരൊക്കെ ഓരോ ആൾക്കാർ 100 പേരെ കൂട്ടിയിട്ട് ഈ സിനിമ കാണാൻ വരിക, വിജയിപ്പിക്കുക. ഈ സിനിമയുടെ വിജയം നമ്മളെപ്പോലെ സാധാരണക്കാരുടെ കുറേ ആൾക്കാരുടെ ഇതിനെ ആൾക്കാരുടെ വിജയമായിരിക്കും എന്ന് ഞാൻ ഉറപ്പ് തരികയാണ്. താങ്ക് യു സോ മച്ച്. ജൂലൈ 11 മറക്കരുത്. ഓസ്ട്രേലിയ കൊണ്ടുപോകും. എല്ലാവരും ഞാൻ ഓസ്ട്രേലിയ കൊണ്ടുപോകും. ഒന്നുകിൽ ഇങ്ങോട്ട് വരും, അല്ല അവരെ ഇങ്ങോട്ട് വരും. ഇല്ല, എന്തായാലും നമുക്ക് എന്തായാലും ഇത് പടം വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അച്ചുപൊളിക്കാം. പിന്നെ അങ്ങോട്ട് അടുത്ത പടം ഓണായിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഓസ്ട്രേലിയ ഇനി ഓസ്ട്രേലിയ കാണാം. അന്ന് ഈ ഇത്ര ഡ്യൂറേഷനിൽ ചെയ്തിട്ടുണ്ടായിരുന്നു തിയേറ്റർ റിലീസിന് വേണ്ടിയിട്ടുണ്ടായിരുന്നു. അല്ല, അത് എനിക്ക് അറിയില്ല മോനെ, അതിനെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ആളല്ലല്ലോ. അതൊക്കെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ചർച്ചയല്ലേ. ഫ്രണ്ടിൽ വരുമ്പോൾ നമ്മളോട് അത് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്തു. അപ്പോൾ എൻ്റെ കുറച്ച് സീനുകൾ സിനിമയിലില്ല. അത് പക്ഷേ നിലവിൽ വന്ന ആ സിനിമയ്ക്ക് അതത്ര അത്യാവശ്യവുമല്ല. ഒരു ശാസ്ത്രം പാട്ട് പാടുന്ന ഒരു ഏരിയ, അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ പോർഷൻസ് അപ്പോൾ എനിക്കറിയില്ല, അങ്ങനെ ഡീറ്റെയിൽ പറയാറില്ല. അപ്പൊ ഇച്ചിരി ചോറും കിട്ടി. ഞങ്ങളുടെ ഡയറ്റാണോ അറിയുന്നത്? ഈ കുട്ടി ഒന്നും കഴിക്കില്ല. പക്ഷേ ഇങ്ങനെ സുന്ദരിയായിരിക്കും എന്താ ഡയറ്റ്? രാവിലെ തൊട്ട് വൈകുന്നേരം ഇതൊക്കെ എടുത്തിട്ട് അതൊന്നുമല്ല, സ്കിന്ന് ഇച്ചിരി കുറച്ച് ഷൈനി ആയിട്ടുള്ളത്. കുളിച്ചു. നിങ്ങളെ മനസ്സിലായി.
ഞാൻ എന്റെ സീൻ വന്നപ്പോ സൗണ്ട് കേട്ടുകൊണ്ടേ അച്ചുവേട്ടനാണ് ഇതിൽ രണ്ടാമത്തെ മോളായിട്ട് ചെയ്തിട്ട് ചിത്രയാണ്. ചിത്രയുടെ ചെയ്തിട്ട് രണ്ടാമത്തെ അടിയിൽ ഞങ്ങളുടെ വീട്ടിൽ നല്ല രസമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 18 ദിവസം ഒരു വീട്ടിൽ ഞങ്ങളെല്ലാവരും ഒരേ മനസ്സോടെ ശരിക്കും ഒരു വീട്ടിലുള്ള ആൾക്കാരെ പോലെ തന്നെയാണ് ഇരുന്നത്. രസകരമായ ഷൂട്ടിങ്ങായിരുന്നു. പിന്നെ റഷീദാണെങ്കിലും യാതൊരു പ്രഷറും ഞങ്ങൾക്ക് തന്നില്ല. വിശാലാണ് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. വിശാൽ ഭയങ്കര നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്ന ഒരാളായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു ടീം വർക്കിൻ്റെ ഗുണം ഈ പടത്തിലുണ്ട് തോന്നുന്നു. എല്ലാവരും ഒരേ മനസ്സോടെ ഇതിനുണ്ട് തോന്നുന്നു. താങ്ക് യു. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലൊക്കെ പോയിട്ട് സിനിമ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ വന്ന് കാണാൻ പറയണേ. ശ്യാമേട്ടനാ തോന്നുന്നുണ്ട്. നോക്കട്ടെ ശ്യാമേട്ടൻ